പണ്ടൊക്കെ എനിക്ക് ഈ ലാഡറൊന്നും വേണ്ട കേട്ടാ. അത്ര എങ്ങോട്ടാ അവിടെ കടിയിൽ ഇവിടെ ഗേറ്റ് പൂട്ടിയിരിക്കും. ഞാൻ കേട്ടില്ല. കൊല എവിടെ? ഇവിടെ പഴുത്ത കൊല കൊല പഴുത്ത് നിക്കണം അതിന്റെ ഇടയില്. ഞാൻ കാണിച്ചതാ. നല്ല ഹൈറ്റിലേക്കാണ്. ആദ്യം നമുക്ക് വാഴ വെട്ടാം. ആ കൊലക്ക് ഈസി ആയിട്ട് താഴേക്ക് പടച്ചവനെ വിചാരിച്ചിരിക്കുന്നു നിസ്സാറിക്ക് അങ്ങ് കുത്തി. പക്ഷേ എന്തോ പടച്ചവൻ കാത്ത്. ഇത് കണ്ടോ? പിടിച്ചോണേ സുൽത്താനെ, അന്നത്തെ കാവരുത്. നല്ല വെയിറ്റ് ആണ്. അയ്യോ ഭാഗ്യം കൊണ്ട് എന്റെ തലയിൽ വീണില്ല. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. എന്തായാലും ഞാനും ഒരെണ്ണം കഴിക്കാണ്. ഇതെടുക്കണോ ഇതെടുക്കണോ? ഇതെടുക്കാം. ഇത് നല്ല പഴുത്തത്. അല്ലേ വേണ്ട, സൈഡ് എടുക്കാം. കയർ കയറ് അപ്പൊ കയർ വയറുണ്ട്. എല്ലാം വെട്ടണം. സൂപ്പർ മധുരം കേട്ടോ. ഓക്കെ ഓക്കെ. ഇപ്പൊ പണ്ട് ഇല്ല, ഇപ്പൊ അടുത്തിടക്കുന്ന ഓടയാടാൻ പറ്റില്ല. സത്യം, പണ്ട് ഞാൻ മാവ് കയറുമായിരുന്നു, മതില് കയറുമായിരുന്നു, എല്ലായിടം കയറും. പക്ഷെ എന്റെ മക്കൾ അതിന്റെ ശകലം പോലും ഇതിന്റെ പിള്ളേർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ വലിയ മാവില്ല, അതുകൊണ്ടാണ് കുഴപ്പം. കുരിയും കിടക്കുവാണ്, അത് എത്തൂല. എണ്ണ എടുത്തോട്. നല്ല മഴക്കോള് സമീൻ. നമ്മുടെ കല്യാണത്തിന് അന്ന് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ. ഉണ്ടെന്ന് തോന്നുന്നു, ഞാനും ഓർക്കല്ലോ. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയില് ഇന്ന്. അപ്പൊ നമ്മുടെ പിള്ളേര് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോവാ. സർപ്രൈസ് ട്രീറ്റ് ഒന്നും അല്ല ഇതൊക്കെ. നേരത്തെ ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോഴേ അവര് തട്ടിക്കൂട്ടിയതാണ്. ഇന്ന് തട്ടിക്കൂട്ടിയ ട്രിക്ക് ഇല്ലേ? പറഞ്ഞു വെച്ചിരുന്ന സ്ഥലത്ത് അവര് 15 ദിവസത്തേക്ക് അടച്ചു പോയത്.
ബാർബിക്യൂ നേഷനിലാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് എല്ലാം ഉറപ്പിച്ചൊക്കെ വെച്ചിരുന്നതാണ്. അപ്പൊ ഇന്നത്തേക്ക് എനിക്ക് ഡേറ്റ് കൺഫേം ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 15 ദിവസത്തേക്ക് അവർ അടച്ചിരിക്കുകയാണ്. കിച്ചണിൽ എന്തോ ഗ്യാസ് ലീക്കാണ്, കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി 15 ദിവസം കഴിഞ്ഞേ തുറക്കുള്ളൂ. നോക്കിയേ, ഉച്ചക്ക് 2 മണിയാണ്. ആകാശം കണ്ടു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ ഒരു മൂഡ്. നിസാറിക്കാണെങ്കിൽ കണ്ടല്ല, വലിയൊരു പ്രയത്നമൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിച്ച് റെഡിയായി വന്നത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് പോവാം. ക്ലിപ്പ് ഹൗസ് കണ്ടിട്ട് വേണം ആശംസകളൊക്കെ അറിയിച്ചിട്ട് പോവാം അവർക്ക്. കറക്റ്റ് ടൈമിന് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടിപൊളി. ഇത്രയും നാള് സംഭവം വന്നിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ അറിയില്ല. മജ്ലിസ് എന്തെന്ന് അറിഞ്ഞില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു അറിഞ്ഞില്ല. ഇഷ്ടമാരുണ്ട്, ഇവിടെ പല പല സെറ്റപ്പ് ഉണ്ട്. സൂപ്പർ അടിപൊളി. ഗൾഫ് ഓർമ്മ വരുന്നു. ജസ്റ്റ് ഇരുന്നു അടിപൊളി. അത് പാസ് ചെയ്യണം, അതാണ് മജ്ലിസിന്റെ. ചൂടുണ്ടല്ലേ, എന്തെങ്കിലും ടൈം ചോദിച്ചിട്ടേ നമ്മൾ എത്തുന്ന സമയത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് സ്പൈസി, കുറച്ച് സ്വീറ്റ്. നമുക്ക് സ്പെഷ്യലാ ലസാന. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് കേട്ടോ. നല്ല തിരക്കല്ലേ ഇവിടെ വന്നപ്പോ? ഭയങ്കര തിരക്ക് കേട്ടാ. നമ്മുടേത് റിസർവ് ചെയ്തെന്നാണ് അവര്. ഇത്ര സമയത്ത് തന്നെ വരണമെന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മജ്ലിസ് ഉണ്ട്. ഇവിടെ ഉണ്ട്, കുറച്ച് പ്രൈവസി ഉണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. കിടന്നൊക്കെ തിന്നു. നമ്മൾ എങ്ങനെ കഴിക്കുന്ന മറ്റുള്ളവര് കാണത്തില്ല. നമ്മളെ സ്വാതന്ത്ര്യം. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ കാണും. അപ്പൊ ഇതെല്ലാം നമ്മൾ പാഴ്സൽ ആക്കാണ്. നമ്മളെക്കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് പാഴ്സൽ ചെയ്യാൻ പറ്റില്ലല്ല. ചെറിയ വലിയൊരു കേക്ക്. വലിയ കേക്ക് ഉണ്ട്. കേക്ക് അടിപൊളി കേക്ക്. ഇത് ആദ്യം വൈറ്റ് ചോക്ലേറ്റ്. പാഴ്സൽ ഇവിടെ റെഡിയായി. രാത്രിത്തേക്കുള്ള ഡിന്നർ ആയിരിക്കും. ഇത് പറഞ്ഞാൽ ഞാനേ ഇതൊന്നും കഴിക്കത്തില്ല. ആദ്യമേ അതങ്ങ് പാഴ്സൽ ചെയ്തിട്ട്. അടിപൊളി. ഇത് ഒഴിക്കണ്ടല്ലേ? ഒഴിച്ചോ. സിസ്ലിംഗ് ബ്രൗണി. അടിപൊളി. ചൂടായിരിക്കും അല്ലേ? സൗണ്ടും ഒരുമിച്ച് വേണം. ആ ചൂടും ആ തണുപ്പും കൂടി വന്നിട്ട് എന്റെ ഉണ്ണാക്ക് കൊള്ളണോ? വെച്ചോക്ക്. ഇതിലായിക്കഴിഞ്ഞാൽ ഇറക്കിയാൽ മതി.
എന്താ എക്സ്പ്രസ് പൊള്ളി തന്നെയാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. സൽമാന്റെ വകയായിട്ട് നല്ലൊരു ട്രീറ്റും നിസാറിക്കയുടെ വകയായിട്ട് നിസാറിക്ക എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ പോവാണ്. എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ഇന്ന് മഴക്കോളൊക്കെ ഉണ്ട്, മഴക്കോളുണ്ട്, പൊക്കോന്നറിയില്ല. പ്രശ്നമില്ല, മഴയൊന്നും മഴയത്ത് ഹെലികോപ്റ്റർ എടുക്കൂലല്ലോ. മഴയത്ത് ഹെലികോപ്റ്റർ എടുക്കൂലല്ലോ. ഭയങ്കര ആഗ്രഹമാണ് ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുമ്പോഴേ. എനിക്ക് തുമ്പിയ പോലാണ് തോന്നുന്നത് ഹെലികോപ്റ്റർ കാണുമ്പോ. എനിക്ക് ഹെലികോപ്റ്ററിൽ കയറണമെന്ന് വലിയ ആഗ്രഹം. കുറച്ച് വലിയ ഹെലികോപ്റ്റർ കുഴപ്പമൊന്നുമില്ലല്ലോ. വലിയ ഹെലികോപ്റ്ററിലല്ലേ നമ്മള് പോണത്? അല്ല, ചിലത് നീ ഹെലികോപ്റ്റർ നോക്കുമ്പോ രണ്ടുപേരൊക്കെ വന്ന് മറ്റേ മമ്മൂട്ടിയൊക്കെ ചില സിനിമയിലൊക്കെ വന്ന് ഇറങ്ങൂലേ രണ്ടുപേരൊക്കെ, അതുപോലെ ഹെലികോപ്റ്ററിൽ എനിക്ക് പോയാ മതി. ഓക്കെ ശരി. ശംഖുമുഖത്തല്ലേ പിന്നെ നീ ഹെലികോപ്റ്ററിലാ കൊണ്ടുവന്നത്? നീ ഇത്ര മണ്ടിയാ? ഇത്ര ഈ കുറച്ച് സമയത്തിനിടയ്ക്ക് ഹെലികോപ്റ്ററിൽ പോവാന്ന് കൊണ്ടുപോകാന്ന് പറയുമ്പോ നീ എന്ത് വിശ്വസിച്ചത്? ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ വെറുതെ പാർക്ക് ഹെലികോപ്റ്ററിനകത്താണ്. നീ ഇപ്പൊ ഒരാഴ്ച മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ. ഇതെന്ത് നീ അവിടെ പോയി സീനൊന്നും ഉണ്ടാക്കല്ലേ? പ്രത്യേകത പറഞ്ഞു സൽമാൻ. 1972 എയർഫോഴ്സിൽ കയറിയ സാധനമാണ്. റിട്ടയർ ചെയ്തതാണ് അല്ലേ? അതെ, 2017 റിട്ടയർ ചെയ്തു. ഒരുപാട് പ്രശസ്തരായൊരു സഞ്ചരിച്ചിട്ടുള്ള കുറെ VIP പിന്നെ അല്ലാതെ ശ്രീലങ്കൻ ഓപ്പറേഷൻസ്, സിയാച്ചൻ ഗ്ലേഷ്യൽ ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുത്ത ഒരു യോദ്ധാവ്. യോദ്ധാവാണ്. ഒരു യോദ്ധാവ്. സൈസ് ഒക്കെ എത്ര ഉണ്ടെന്ന്? ഇത് മറ്റേ സാധാരണ ഹെലികോപ്റ്റർ അല്ല, ഇത് മീഡിയം ലിഫ്റ്റ് ആണ്. അപ്പൊ നമ്മള് ഇവിടെ ശംഖുമുഖത്ത് വന്നപ്പോഴേക്കും ഇവിടെ നല്ല തിരക്ക് ഉണ്ട്. നമ്മൾ ആ തിരക്കിന്റെ പോയിട്ടില്ല. പക്ഷെ കടലിലേക്ക് ആരെയും വിടുന്നില്ല കേട്ടോ. ഇല്ല, അവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. മീൻ പിടിക്കാൻ പോണവര് പോകുന്നുണ്ട്. അവര് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് അടുത്തോട്ട് പോവാം. കുറച്ച് അടുത്ത് വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൽ നടക്കാം. ഇങ്ങോട്ട് നല്ല തിരക്കുണ്ട്. മത്സ്യകന്യക അവിടെ നേരത്തെ പുല്ലായിരുന്നു, അതൊക്കെ മാറ്റി എന്തോ വേറെന്തോ പരിപാടി കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായി. ഇതിന്റെ അടുത്ത് ഈ മത്സ്യകന്യകളുടെ അടുത്ത് കൊണ്ടുവന്ന് ഈ ഹെലികോപ്റ്റർ ഇൻസ്റ്റോൾ ചെയ്തതിന് കുറച്ച് ആൾക്കാരൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. മത്സ്യകന്യക അവിടെയല്ലേ കിടക്കണത്? ഇമ്പോർട്ടൻസ് പോന്നെന്നാ. ചെറുതായിട്ട് മഴ പൊടിയുന്നോന്നൊരു സംശയമല്ല, പൊടിയുന്നുണ്ട്. ഇങ്ങനെ ചിലപ്പോ വഴിയുണ്ടാവും കേറാന്ന്. പക്ഷേ ഇവിടെ കണ്ട കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നു. കേരള പോലീസിന്റെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്, നോ എൻട്രി കണ്ടോ. ആൾക്കാരുടെ സുരക്ഷയൊക്കെ മാനിച്ചാണ്. അപ്പൊ ഒന്ന് നോക്കിക്കേ, മുൻപ് നമ്മളുടെ ഈ ശംഖുമുഖം ബീച്ച് തിരക്കായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കടൽ ഒരുപാട് ഇങ്ങ് കേറിയിരിക്കുകയാണ്. അവിടെ മത്സ്യത്തൊഴിലാളികൾ മാത്രമേ അവിടെയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതാണ്. കാലിന്റെ പുറത്ത് കാലൊക്കെ വെച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്കത് പണി നടക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. ഒട്ടും വൃത്തിയില്ലാതെയൊക്കെ കിടക്കുന്നല്ലേ. എല്ലാം ശരിയാകുമ്പോഴത്തേക്ക് നീറ്റ് ആവുമായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് വരും. വലുത് വീട് കണ്ടിട്ട് പൊട്ടിപ്പോകുന്ന കുമിളകൾ. കേരള ടു കാശ്മീർ. ഇതിന്റെ ആളിതാ ഇവിടെ ഉണ്ട്. നമുക്ക് ചോദിക്കാം, പരിചയപ്പെടാം. എന്താ മോന്റെ പേര്? അനസ്.
അനസ് ഇപ്പൊ എവിടെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ള? അല്ല, ഞാൻ കോഴിക്കോട് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ട്രിവാൻഡ്രത്ത് എത്തിയാ? കന്യാകുമാരി, മധുര, ബാംഗ്ലൂർ. ഒറ്റയ്ക്ക് സിംഗിൾ സോളോ? അടിപൊളി. ഇതിനു മുമ്പ് അറിയായിരുന്നോ ഈ പരിപാടിയിലേക്ക് വരുവാനായിട്ടുള്ള ഒരു പ്രചോദനം എന്താണ്? രണ്ടായിട്ടുള്ള ഒരു ആഗ്രഹിനി ആണോ? ഒറ്റയ്ക്ക് പോകണം. ഞാൻ +2 കഴിഞ്ഞു. അപ്പൊ ഇതിപ്പോ എത്ര ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോ ഒരാഴ്ച. ഒരാഴ്ച കൊണ്ട് ഇപ്പൊ എവിടെ നിന്ന്? കോഴിക്കോട് നിന്ന് ഇവിടെ എത്തി. നീ എത്ര ദിവസമാണ് വിചാരിക്കണത് കാശ്മീർ വരെ? 3 മാസം. അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ സൈക്കിളിലൊക്കെ പോകുമ്പോഴേക്ക് താമസിക്കുന്ന എവിടെയാണ്? താമസം പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി. ചെറിയ മഴ, ചാറ്റൽ മഴ. ഇവിടെയൊക്കെ ഇപ്പൊ പെയ്ഡ് പാർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സർക്കാരിനെ സഹായിക്കാനായിട്ട് പൈസ കൊടുത്ത് പാർക്ക് ചെയ്യാം. നല്ല മഴ. എന്നാലും എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് പറ്റിക്കണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു കൊണ്ടുപോകാനുള്ള സ്ഥലം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞത്. എന്നാലും എനിക്കൊന്ന് നീ വിശ്വസിച്ചാ? പിന്നെ എനിക്കൊന്ന് ഹെലികോപ്റ്ററിൽ പോണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ വിചാരിച്ച ആനിവേഴ്സറി അല്ലേ ഇരിക്കട്ടെ എന്തോന്ന് ആഗ്രഹം വെച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഹെലികോപ്റ്ററിൽ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ബോബി എടുത്തൊന്ന് പറയായിരുന്നു. അല്ലല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. ഏത്? അതൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പക്ഷേ ഞാൻ കാര്യമായിട്ട് എടുത്തു വെച്ചാൽ ഈ സ്ഥലം എനിക്ക് അറിയായിരുന്നു, കൊണ്ടുപോയി കാണിക്കാന്ന് വിചാരിച്ചു. എന്തായാലും കണ്ടു മനസ്സിലായല്ലോ. അല്ല കണ്ടു മനസ്സിലായല്ലോ. ഞാൻ തമാശയാണെന്നാണ് വിചാരിച്ചത്. സീരിയസ് ആണെങ്കിൽ സത്യം. നമുക്ക് ബോബി ചെമ്മന്നൂരുണ്ടല്ലോ, അയാളെ ബോബി എന്നാണ് വിളിക്കാറുള്ളത്. ഭയങ്കര ചാറ്റിംഗ് ഉണ്ട്. അവര് ഞാനിപ്പോ പറഞ്ഞവര് വിശ്വസിക്കൂല. പക്ഷെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹെലികോപ്റ്റർ സർവീസ് ഒക്കെ ഞാനും ബോബിയും കൂടി ഒരു കമ്പനി തുടങ്ങാൻ പോയായിരുന്നു. ഗെയിമിന്റെ. ബോബിയെ പോലെ ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ എപ്പോഴും മെസ്സേജ് ബോബി അത് തന്നെ കാര്യം കേട്ടോ. അപ്പൊ ഇത് കാണുന്ന നമ്മളുടെ പല വ്യൂവേഴ്സും വിചാരിക്കും ഇതെന്തേ ബോബി എന്ന് പറയുന്നു. ബോബി തന്നെ പറഞ്ഞിട്ടുണ്ട് ബോബിയെ എല്ലാവരും ബോബി എന്ന് വിളിച്ചാൽ മതി, ചേട്ടാ സാറിനൊന്നും വിളിക്കരുത്. സാറേ സാമ്പാറേ.